കേരളത്തിൽ ഇനി ഒരു വലിയ വിപ്ലവം നടക്കുന്നുണ്ടെങ്കിൽ അത് നായർ വിപ്ലവമായിരിക്കും. അതൊരു വലിയ വിപ്ലവം തന്നെ ആയിരിക്കും. പെരുന്നയിലെ സുകുമാരൻ നായർ എന്ന നായരെ ഇറക്കി വിടാൻ വേണ്ടി നായന്മാരൊക്കെ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും സംഘടിച്ചു കൊണ്ടിരിക്കുകയാണ്. നായന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദേഷ്യം പൂണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ, പിന്നെ അവർക്ക് കണ്ണും കാതും ഇല്ലെന്നുള്ളതാണ്. ഓർക്കുന്നില്ലേ കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കഥയിലെ പറയുന്ന നായരുടെ അരിശത്തെക്കുറിച്ച്? നായർ വിശന്നു വലഞ്ഞു വരുമ്പോൾ കായക്കഞ്ഞി കരിയിട്ടില്ല, ആയത് കേട്ട് കലമ്പിച്ചെന്നങ്ങുടനെ ആയുധമുടനെ കാട്ടിലെറിഞ്ഞു, അതുകൊണ്ട് അരിശം തീരാൻ അവന പുരയുടെ ചുറ്റും മണ്ടി നടന്നു. നോക്കണേ, അതേ വീറും വാശിയും ഒക്കെ ഉള്ള നല്ല നായന്മാര് തന്നെയാണ് ഇപ്പോഴും കേരളത്തിലുള്ളത് എന്നത് സുകുമാരൻ നായരെ ഓർമ്മിപ്പിക്കുകയാണ്. നല്ല ചെവിയിൽ പൂടെയുള്ള ഒന്നാം തരം നായന്മാർ തന്നെ കേരളത്തിൽ സംഘടിക്കാൻ പോവുകയാണ്. അതിന്റെ ഭാഗമായിട്ട് അവർ വൈക്കത്ത് സ്വാഭിമാന യാത്ര നടത്തുകയാണ്. നായന്മാരൊക്കെ നല്ല അഭിമാനമുള്ളവരാണ് എന്ന് കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്. അത് പാരമ്പര്യമായിട്ട് നായന്മാർക്ക് കിട്ടിയതാണ്. ഈ നായന്മാരുടെ വലിയ അട്ടിപ്പേർ അവകാശവും പൂണ്ട് സുകുമാരൻ നായർ പെരുന്നയിൽ വാഴുമ്പോൾ തന്നിഷ്ടത്തിനനുസരിച്ച് സ്വജനപക്ഷപാതവും അഴിമതിയും നടത്തുന്നു എന്നാണ് ഈ സംഘടിച്ചുകൊണ്ടിരിക്കുന്ന നായന്മാരുടെ അഭിപ്രായം. അതായത് പിണറായി വിജയന് എല്ലാ തരത്തിലുള്ള പിന്തുണയും കൊടുത്തുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണല്ലോ ഇപ്പോൾ. അതിനെതിരെ മുതൽ അന്ന് തുടങ്ങിയതാണ് ഈ നായന്മാർ പല ഭാഗങ്ങളിൽ നിന്നും എതിർപ്പുമായിട്ട്. പിണറായി വിജയനെയോ CPM-നെയോ പിന്തുണയ്ക്കുക എന്നുള്ള അതിലല്ല ചോദ്യം. ശബരിമലയെ തകർക്കാൻ ശ്രമിച്ച പിണറായി വിജയന്, അതായത് ശബരിമല യുവതീ പ്രവേശം വിഷയത്തിലൂടെ കേരളത്തിലെ കോടിക്കണക്കിന് ഭക്തജനങ്ങളുടെ ആശ്രയ കേന്ദ്രമായിട്ടുള്ള ശബരിമലയെ തകർക്കുക, നവോത്ഥാനം എന്ന് പറഞ്ഞിട്ട് 2 സ്ത്രീകളെ കൊണ്ടുവന്ന് ശബരിമലയിൽ കയറ്റിവിടുക, ഇതാണ് ചെയ്തത്. ഒടുവിൽ അതിന്റെ പ്രായശ്ചിത്തം എന്നവണ്ണം പമ്പയിൽ അയ്യപ്പ സംഗമം നടത്തി. അങ്ങനെ അയ്യപ്പ സംഗമം നടത്തി. ആ അയ്യപ്പ സംഗമത്തിന് സുകുമാരൻ നായർ ആയാലും വെള്ളാപ്പള്ളിയും വലിയ പിന്തുണയും പ്രഖ്യാപിച്ചു. സുകുമാരൻ നായർക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിലും പ്രതിനിധിയായിട്ട് സംഗീത് കുമാർ അവിടെ എത്തുകയും ചെയ്തു. പക്ഷേ ശബരിമല യുവതീ പ്രവേശ വിഷയ സമയത്ത് ആദ്യമായിട്ട് തെരുവിലിറങ്ങിയത് NSS ആണ് എന്നുള്ളത് ആലോചിക്കണം. ചങ്ങനാശ്ശേരിയിലും പെരുന്നയിലും പത്തനംതിട്ടയിലും പന്തളത്തും നായർ സ്ത്രീകൾ റോഡ് കവിഞ്ഞ് ഒഴുകുകയല്ല ചെയ്തത് നാമജപ ഘോഷയാത്രയോടുകൂടി. ഇതെന്തിനു വേണ്ടിയായിരുന്നു? ശബരിമലയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയായിരുന്നു. ശബരിമലയിലെ ആചാരത്തെ ലംഘിക്കുന്ന തരത്തിലുള്ള നവോത്ഥാനം നടത്താൻ ഇറങ്ങിയ പിണറായി വിജയനെതിരെ നടത്തിയ സമരമായിരുന്നു. ആ സമരത്തിൽ പങ്കെടുത്തവർക്കെതിരെ കേസെടുത്തില്ലേ? ആ കേസെടുത്തതിലൂടെ എന്ത് സംഭവിച്ചു? പലർക്കും വിദേശ പഠനത്തിനോ വിദേശത്ത് ജോലിക്കോ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്തിരിക്കുന്നവർക്കോ ഇതൊന്നും നടക്കാനോ നേടിയെടുക്കാനോ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഈ കേസ് കിടക്കുന്നത് കൊണ്ട് ഈ കേസുകൾ പിൻവലിക്കാനായിട്ട് പിണറായി വിജയൻ തയ്യാറായില്ല. 6000-ലധികം കേസുകൾ, 12,000-ലധികം പ്രതികൾ. എന്തുകൊണ്ട് കേസ് പിൻവലിച്ചില്ല എന്ന് പിണറായി വിജയനോട് സുകുമാരൻ നായർ ചോദിക്കുന്നുമില്ല. കേസ് പിൻവലിക്കൂ, എന്നിട്ട് ഞങ്ങൾ പിന്തുണ തരാം എന്നും പറഞ്ഞില്ല. അയ്യപ്പ സംഗമത്തിന് പിന്നാലെ സർക്കാരിനും അതുപോലെ തന്നെ ദേവസ്വം ബോർഡിനും വലിയ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന തരത്തിലുള്ള ഫലങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് മറ്റൊരു കാര്യം. അപ്പോൾ എന്തായാലും സുകുമാരൻ നായർ ഇത്തരത്തിലുള്ള പിന്തുണ കൊടുക്കുമ്പോൾ അത് NSS-ന് ഒരു ഇതിൻ്റെതായ രീതിയിലുള്ള അതൊരു കമ്പനി നിയമപ്രകാരം പ്രവർത്തിക്കേണ്ടതാണ്. അങ്ങനെ വേണം NSS പ്രവർത്തിക്കേണ്ടത്. അത്തരത്തിലാണ് അതിന്റെ ആക്ട് നിലവിലുള്ളത്. പക്ഷെ അതെല്ലാം ലംഘിച്ചുകൊണ്ട് സുകുമാരൻ നായർ സ്വജനപക്ഷപാതവും അഴിമതിയുമാണ് നടത്തുന്നത്. ഇത് സവർണജാതയുടെ മണ്ണാണ് ചങ്ങനാശ്ശേരി എന്ന് പറയുന്നത്. മന്നത്ത് പത്മനാഭനെ പോലുള്ള തലയെടുപ്പുള്ള ദക്ഷിണാശാലികളായിട്ടുള്ളവർ അമരത്തിരുന്നിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്.
സുകുമാരൻ നായർ ഒരു മാടമ്പി സ്വഭാവത്തോടുകൂടി പെരുന്നയിലിരിക്കുന്നു. സകല രാഷ്ട്രീയക്കാരും ഒന്ന് കാണുന്നു, കാല് പിടിക്കുന്നു, കാല് കഴുകി കുടിക്കുന്നു, ഇതൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷേ അതിനപ്പുറമായിട്ടുള്ള ചില, അതായത് മന്നത്ത് പത്മനാഭൻ ഇരിക്കുമ്പോൾ മന്നത്ത് പത്മനാഭന് അടുക്കൽ ബഹുമാനമുണ്ട്, പക്ഷേ അദ്ദേഹത്തിന്റെ അടുക്കൽ വന്ന് നട്ടലിൽ വളച്ചൊടിച്ച് നിൽക്കാത്ത ചില ആൾക്കാരും കേരളത്തിൽ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കണം. തോപ്പിൽ ഭാസി പണ്ട് കോന്നി മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുമ്പോൾ അദ്ദേഹത്തോട് ആരോ പറഞ്ഞു കൊടുത്തു, മന്നത്ത് പത്മനാഭനെ പോയി ഒന്ന് കാണുന്നത് നല്ലതായിരിക്കും എന്ന്. ഇപ്പൊ അങ്ങനെയാണല്ലോ, നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പും കൊടുത്തു കഴിഞ്ഞാൽ നേരെ മന്നത്ത് ചങ്ങനാശ്ശേരിയിലോ അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശനെയോ, പിന്നെ ഇല്ലെന്നുണ്ടെങ്കിൽ സകല അരമനകളും കയറി ഇറങ്ങി ബിഷപ്പുമാരുടെ കയ്യും മുത്തി കാലും പാദം കഴുകി കുടിച്ചു നടക്കുകയാണ് നമ്മുടെ രാഷ്ട്രീയക്കാരൊക്കെ. അപ്പൊ ഈ മന്നത്ത് പത്മനാഭന്റെ അടുക്കൽ ഒന്ന് പോയി കാണണമെന്ന് തോപ്പിൽ ഭാസിയോടെ പറഞ്ഞപ്പോൾ തോപ്പിൽ ഭാസി പറഞ്ഞു, അദ്ദേഹം തരം കിട്ടുമ്പോൾ സമയം ഉണ്ടെങ്കിൽ എന്നെ വന്നൊന്ന് കാണാൻ പറയാൻ പറഞ്ഞു. ഇതാരെ കൊണ്ടുപോയി മന്നത്ത് പത്മനാഭന്റെ ചെവിയിൽ ഓതിക്കൊടുത്തു. മന്നത്ത് പത്മനാഭൻ കൊടുത്ത മറുപടി, അവനാണ് തന്തയ്ക്ക് പിറന്നവൻ എന്നാണ്. അതെ, അങ്ങനെ നട്ടലിന് ഉറപ്പ് കാണിച്ച ഒരാളെ ഉണ്ടായിരുന്നത് തോപ്പിൽ ഭാസിയാ. തോപ്പിൽ ഭാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ളതിനപ്പുറം അദ്ദേഹം ഒരു എഴുത്തുകാരനായിരുന്നു, നാടകക്കാരനായിരുന്നു. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതമുണ്ട്. അതാണല്ലോ ഒളിവിലെ ഓർമ്മകൾ, അത് വായിച്ചാൽ തന്നെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ തോപ്പിൽ ഭാസിയെ തോപ്പിൽ ഭാസി എവിടെ നിൽക്കുന്നു, ഇന്നത്തെ പിന്നീട് വന്ന രാഷ്ട്രീയക്കാരൊക്കെ എവിടെ നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ നോക്കണം. അപ്പോൾ എന്തായാലും ഈ നായന്മാരുടെ മുഴുവൻ അഭിമാനം കളഞ്ഞു കുളിച്ചുകൊണ്ടാണ് സുകുമാരൻ നായരുടെ പ്രവർത്തനങ്ങൾ എന്നാണ് സ്വാഭിമാനമുള്ള നല്ല നായന്മാര് പറയുന്നത്. അപ്പോൾ ഈ കേരളത്തിലെ രാഷ്ട്രീയം മുഴുവൻ ജാതി രാഷ്ട്രീയമാക്കി തീർത്തിരിക്കുകയാണ്. NSS-ഉം SNDP-യും കൂടി ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നു എന്നൊക്കെ പറയാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി എന്നുള്ളതാണ്. അതൊന്നും ഉണ്ടാകാൻ പോകുന്ന ഒരു കാര്യവുമല്ല. സുകുമാരൻ നായരുടേതായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രസ്ഥാനത്തെ പിണറായി വിജയന്റെ കാൽക്കൽ കൊണ്ടുപോയി വിൽക്കുകയാണെന്നാണ് പറയുന്നത്. ശബരിമല യുവതീ പ്രവേശത്തോടുകൂടി തന്നെ ശബരിമലയിൽ ഹൈന്ദവരുടെ ആവശ്യങ്ങൾ സംരക്ഷിക്കപ്പെടാതെ പോകുന്ന ഒരു സർക്കാരായി പിണറായി മാറുന്നു എന്നാണ് നായന്മാരുടെ പൊതുവെയുള്ള അഭിപ്രായം. നായന്മാരുടെ മാത്രമല്ല, ഈഴവ വിഭാഗത്തിലുള്ളവരുടെയും. അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ വോട്ട് നഷ്ടപ്പെടുന്നതും. 2019-ലും 2024-ലും ഹൈന്ദവരുടെ വോട്ട് BJP-യിലേക്ക് ഒഴുകി എന്നുള്ളത് ഏവരും കണ്ടുകൊണ്ട് നിൽക്കുന്ന കാര്യമാണ്. ഈ ഒഴുക്ക് 2025-ലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും നടക്കാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും അത് കഴിഞ്ഞിട്ട് 2026-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകും എന്നാണ് പറയുന്നത്. അതിൽ ഭയന്നത് കൊണ്ടാണ് പ്രത്യേക ദൂതന്മാരെ വിട്ട് സുകുമാരൻ നായരെ കൊണ്ടുവന്ന് പിണറായി വിജയന് പിന്തുണ എത്തിച്ചതെന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ഇതിനെതിരെയാണ് ഇപ്പോൾ സംഘടിതമായിട്ട് പെരുന്ന വളയാനെന്നുള്ള മട്ടിൽ തന്നെ നായന്മാര് സംഘടിച്ച് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അധികം വൈകാതെ തന്നെ ഒരു നായർ വിപ്ലവം കാണേണ്ടി വരും.